നടൻ ആസിഫ് അലി അപമാനിച്ചതിൽ മാപ്പ് പറഞ്ഞ സംഗീത സംവിധായകൻ രമേശ് നാരായൺ. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ആസിഫ് അലിയുടെ അടുത്ത് ഞാൻ ഐ എം സോ സോറി ആസിഫ് അലി, ഇങ്ങനെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ എം വെരി സോറി. അതങ്ങോട്ട് 8 മടക്കി മടിക്കുത്തിന് താഴെ വെച്ചോണം കേട്ടോ, മടിക്കുത്തിന് താഴെ. എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് തടസ്സം ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഞാൻ. ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് രമേശ് നാരായണൻ പൃഥ്വിരാജിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. പൃഥ്വിരാജിനെ ഞാൻ ഇവിടെ നിന്നിട്ട് വിളിക്കുകയാണ്, ഡിസ്കസ് ചെയ്യുന്ന ഒരു സാമാന്യ മര്യാദ കാണിക്കണ്ടേ? അതെന്നതാ സാധനം? എന്റെ ലൈഫ് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. ഒരു സാമാന്യ മര്യാദ കാണിക്കണ്ടേ? സർവ്വമാന്യനാണ്, ഒരു അന്തസ്സുണ്ട്. ഈ പാട്ട് അക്കാഡമിക്കൽ സോങ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു കുറച്ച് വിഷമം തോന്നി. പിന്നെ എൻ്റെ പാട്ടുകൾ അളക്കാനൊന്നും ഇദ്ദേഹമൊക്കെ ആയോ എന്നുള്ളതോ കാര്യങ്ങളൊക്കെ. എന്താ രാമേന്ദ്ര പ്രശ്നം? പരിപാടിയിൽ പങ്കെടുത്ത രമേശ് നാരായണന് പുരസ്കാരം സമ്മാനിക്കാൻ സംഘാടകർ ആസിഫ് അലിയെയായിരുന്നു ക്ഷണിച്ചത്. ആസിഫ് അലി വരികയും രമേശ് നാരായണന് പുരസ്കാരം നൽകുകയും ചെയ്തു. എന്നാൽ ഒരു താല്പര്യവുമില്ലാതെ ആസിഫിന്റെ മുഖത്ത് പോലും നോക്കാതെ പുരസ്കാരം വാങ്ങിയ രമേശ് ആസിഫിന് ഹസ്തദാനവും നൽകുന്നില്ല. പിന്നാലെ സംവിധായകൻ ജയരാജിനെ രമേശ് നാരായണൻ തന്നെ വിളിച്ച് ആ പുരസ്കാരം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഇതുപോലൊരു ജന്തുവിനെ മുമ്പ് കണ്ടിട്ടേ ഇല്ല. നിന്റെ സമയം വളരെ മോശ. സദസ്സിന് നേരെ തിരിച്ചു വച്ച് ഔദ്യോഗികമായ രീതിയിലാണ് അത് വാങ്ങിയത്. എന്നോടിത് വേണ്ടായിരുന്നു. ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാർ. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് വളരെ മോശമായിപ്പോയി. ഇത് കാണുമ്പോ തന്നെ സത്യം പറഞ്ഞ സങ്കടം തോന്നും. കാരണം വന്ന വഴി മറക്കരുത് കേട്ടാ, തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റില്ല. അങ്ങേര് ആസിഫ് അലിയെ മൈൻഡ് പോലും ചെയ്യാതെ അപ്പുറത്തിരിക്കുന്ന ഡയറക്ടർ ജയരാജിനെ വിളിക്കുന്നു. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഇയാള് പുല്ല് വില പോലും തരുന്നില്ല. ആസിഫ് അലി ഒന്നും പറയാതെ മാറിപ്പോയി. അത് ആസിഫ് അലി എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഒരു ക്വാളിറ്റി. കുറച്ച് പേരൊക്കെ റഫായിട്ടൊക്കെ സംസാരിച്ചെന്നിരിക്കും, നമ്മള് പ്രൊഫഷണലായിട്ടൊക്കെ ഡീൽ ചെയ്യണം. ആസിഫ് അലിയുടെ അടുത്ത് ഞാൻ ഐ എം സോ സോറി ആസിഫ് അലി, ഇങ്ങനെ കുറ്റവാളികൾക്ക് മാപ്പ് കൊടുക്കുന്ന വകുപ്പ് എന്റെ നിയമവ്യവസ്ഥയിലില്ല. അയാളെ തല്ലാനായി എന്റെ കൈകൾ ധരിച്ചപ്പോഴാണ് ഞാൻ ഇറങ്ങി ഓടിയത്. ആസിഫ് അലി വന്നത് പുരസ്കാരം നൽകാൻ വന്നതാണെന്ന് മനസ്സിലായില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഞാൻ കുറച്ച് കാറ്റുവെള്ളം അറിയുന്നതാണ്. ആസിഫ് അലിയെ അപമാനിച്ചിട്ടില്ലെന്നും ഞാൻ അത്രക്കാരൻ വർഗീയത പരത്തരുതെന്നും രമേശ് നാരായൺ പറഞ്ഞു. മാമനോടൊന്നും തോന്നല്ലേ? നടൻ ആസിഫ് അലിയെ അപമാനിച്ച സംഗീത സംവിധായകൻ പണ്ഡിറ്റ് രമേശ് നാരായണനെതിരെ കടുത്ത പ്രതിഷേധം. ഒരു വാക്ക് പറ സ്വാമി, ആളുകളെ വിളിച്ച് മൊട്ടയടുപ്പിച്ച് കൈ തരാം. കലാകാരൻ മണ്ണെണ്ണയാണോ? മണ്ണെണ്ണ അത് ഈ ലോകം മുഴുവൻ കത്തി പറയും. താൻ വെറും കോഴി കോതം. ദൈവമേ, ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്തോ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ.